ഇനി നമുക്ക് സിനോജ് തോമസിലേക്ക് പോകാം. സിനോജ് തോമസ് കോഴിക്കോട് നോർത്ത് ചിലവൂരിലെ സ്കൂളിലാണ് ഇപ്പോൾ ഉള്ളത്. സ്വന്തം വോട്ട് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് സിനോജ് തോമസ്. സിനോജ്, വോട്ട് രേഖപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരി നിൽക്കുന്ന കാഴ്ച കാണുന്നുണ്ട് ഞാൻ. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? മധു, വേണമെങ്കിൽ പോസ്റ്റൽ വോട്ട് ഉണ്ടായിരുന്നു മാധ്യമപ്രവർത്തകർക്ക്. പക്ഷേ ഈ വരി നിന്ന് വോട്ട് ചെയ്യുമെന്ന് പറയുന്നത് അത് ഇതിൻ്റെ ഒരു ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം കൂടിയാണ്. അങ്ങനെയാണ് ഈ ചെലവൂർ 145 നമ്പർ ബൂത്തിൽ ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അതായത് 11:10 ഞാൻ ഇവിടെ ക്യൂ നിന്നത്. ഇപ്പോൾ ഒരു അരമണിക്കൂറായിരിക്കുന്നു. വലിയ തിരക്ക്, ഈ ഉച്ച സമയമാകുന്നു, നല്ല ചൂടുണ്ട്. എങ്കിൽ കൂടി വോട്ടർമാർ വലിയ ക്യൂ നിന്നുകൊണ്ട് ഇവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു. ചേട്ടൻ എത്ര മണിക്ക് എത്തിയേ? 11 മണിക്കായി. 1 മണിക്കൂറാകാറല്ലേ? ഇതുപോലെ പ്രായമായവരൊക്കെ തന്നെ നിരവധി ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നു. എൻ്റെ പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകളുണ്ട്. നിങ്ങളൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ജോലി സ്ഥലത്ത് വന്നവരാണോ? അതെ. എവിടെ ജോലി ചെയ്യുന്നത്? ഞാൻ കോളേജിൽ. ഓക്കെ, യുവാക്കളൊക്കെ തന്നെ വരുന്നുണ്ട്. എവിടുന്ന്? മെഡിക്കൽ കോളേജ്. വലിയ നിരയാണ് ഉള്ളത്. അതായത് തൊട്ടപ്പുറത്ത് തന്നെ 144 നമ്പർ ബൂത്തുണ്ട്. ആ ബൂത്തിലും നിരവധി ആളുകൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാർ കാത്തു നിൽക്കുന്നു. രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് എല്ലാ ബൂത്തുകളിലുമുണ്ട്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ 11:15 നോക്കുകയാണെങ്കിൽ 34% പോളിംഗ് വന്നിരിക്കുന്നു. ഒപ്പം തന്നെ ജില്ലയിൽ 33% പോളിംഗ് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുന്നമംഗലം മണ്ഡലമാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. 80% മുകളിലേക്ക് പോയിരുന്നു. കുന്നമംഗലത്തും വലിയ രീതിയിലുള്ള പോളിംഗ് നടക്കുന്നു. ഏതായാലും നഗരത്തിലുള്ള എല്ലാ ബൂത്തുകളിലും സമാനമായ കാഴ്ചയാണ്. രാവിലെ 6:30 മുതൽ തന്നെ എല്ലാ ബൂത്തിന് മുൻപിലും വോട്ടർമാരുണ്ടായിരുന്നു. ചെറിയൊരു പരാതി ആളുകൾ പറയുന്നത് ഈ വോട്ട് ചെയ്യുന്ന പ്രക്രിയ കുറച്ച് ഡിലേ വരുന്നുണ്ടെന്ന് പല സ്ഥലത്തുനിന്നും പരാതികൾ വരുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഈ വോട്ടിംഗ് യന്ത്രം തകരാറിലായതുകൊണ്ട് തന്നെ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ തന്നെ പോളിംഗ് ചില സ്ഥലങ്ങളിൽ വൈകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എങ്കിൽ കൂടി ആളുകളൊക്കെ തന്നെ പിരിഞ്ഞു പോകാതെ വന്നവർ ക്യൂവിൽ നിന്നുകൊണ്ട് തന്നെ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തിയാണ് പോകുന്നത്.